ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് ടു വി ആർ ഡിസൈൻസ്. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ടൈപ്പിലൊരു പാർട്ടി വെയർ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയൊരു അടിപൊളിയായിട്ടൊരു കുർത്തിയും വരുന്നുണ്ട്, പിന്നെ 2 പീസ് സെറ്റും വരുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് തന്നെയാണ്. ഇതിൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത് ജോർജറ്റ് ആണ് വരുന്നത് കേട്ടോ. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, ബോഡി പക്ഷേ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. കുർത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 47 ആണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ യോക്ക് പോർഷൻ ആണ്. ഹെവി ആയിട്ട് നമുക്ക് പാർട്ടി വെയർ ഒക്കെ ഇടാൻ പറ്റിയൊരു ഹെവി ആയിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആലിയ കട്ട് മോഡലിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ അതിൻ്റെ ക്ലോസ് വ്യൂ കാണിക്കാം, എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് എത്രത്തോളം ഭംഗിയുണ്ട് എന്ന് മനസ്സിലാകത്തുള്ളൂ. നമുക്ക് ഒരുപാട് കസ്റ്റമർ എൻക്വയറി ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് ഈ ഒരു വയലറ്റ് ഷെയ്ഡ്. നമ്മൾ ഇതിന് മുമ്പ് 3 പീസ് സെറ്റും സിംഗിൾ കുർത്തീസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് കസ്റ്റമർ എൻക്വയറി ചെയ്യുന്നൊരു വയലറ്റ് ഷെയ്ഡ് ആണെങ്കിൽ തന്നെയും ഇത് നല്ല ഒരു ഡാർക്ക് വയലറ്റ് ആണ് കേട്ടോ. അടിക്കുന്ന ഷെയ്ഡൊന്നും അല്ല. വയലറ്റ് ആണെങ്കിൽ തന്നെയും നമുക്ക് കാണുമ്പം കണ്ണിൻ്റെ ഒരു ഇമ്പം തോന്നുന്ന ടൈപ്പിലുള്ളൊരു വയലറ്റ് ഷെയ്ഡാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇതിൻ്റെ യോക്ക് ഏരിയയിൽ വന്ന് ഫുള്ളായിട്ടും ഇങ്ങനെ ഹെവി ആയിട്ട് ബീഡ്സ് വർക്കും കട്ട് ബീഡ്സും കൊണ്ടൊക്കെ ഇങ്ങനെ ബോൾ ബീഡ്സ് ഒക്കെ കൊണ്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ആലിയ കട്ട് മോഡൽ പോലെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ് ആണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. കുറച്ച് വണ്ണമുള്ളവർക്കോ ഇങ്ങനെ വൃത്തികേടാവുമെന്നൊന്നും വിചാരിക്കേണ്ട. ഫ്ലീറ്റ് ഉള്ളവർക്ക് ചിലർ വിചാരിക്കും അവർക്കിത് സൂട്ടബിൾ ആവത്തില്ല എന്ന്. പക്ഷെ നല്ല കംഫർട്ടബിൾ ആണ്. ഈ ഫ്ലീറ്റ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സ്റ്റൊമക്കൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് കാണാൻ പറ്റത്തില്ല. ചില ആലിയ കട്ട് മോഡലിലൊക്കെ നമുക്ക് വെയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് വണ്ണമുള്ളവർക്ക് അതിങ്ങനെ കുറച്ചൊരു വൃത്തികേടായിട്ട് തോന്നും. പക്ഷെ ഇത് അങ്ങനെ ഒന്നും തോന്നുന്ന ടൈപ്പിലുള്ളതല്ല. കാരണം ഇത് അത്രയും ഫ്ലെയർ വരുന്നുണ്ട്. ഇത് കണ്ടോ, ഞാനത് കാണിക്കാം, എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. ഇത്രയും ഫ്ലെയർ വരുന്നുണ്ട്. പിന്നെ ഈ ഫ്ലീറ്റ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് വരുന്നതുകൊണ്ട് തന്നെയും നമുക്കത് വിസിബിൾ ആവത്തുമില്ല. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ ഈ ഒരു ഷെയ്ഡ് മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ സൈസ് വന്നിട്ട് M2XXL ആണ് വരുന്നത്. പ്രൈസാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത്. 849 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇത്രയും ഹെവി ആയിട്ട് വർക്ക് ചെയ്ത ഈ കുർത്തിക്ക് 849 അഫോർഡബിൾ അല്ലേ? അപ്പോൾ ഈ കുർത്തി വെയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നൊരു ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാൻ വെയർ ചെയ്യിക്കുന്ന ഈ സൈസ് വന്നിട്ട് L സൈസാണ് ഞാനിപ്പോൾ വെയർ ചെയ്യിക്കുന്നത് കേട്ടോ. L സൈസ് എനിക്ക് കംഫർട്ടബിൾ ആണ്. ചിലത് ഞാൻ കുറച്ച് എനിക്ക് Lൽ നിന്ന് XLലേക്ക് പോയി എന്ന് തോന്നുന്നു. കാരണം ഞാനിപ്പോൾ കുറച്ച് തടി വെച്ചിട്ടുണ്ട്. എങ്കിലും ഇതെനിക്ക് കംഫർട്ടബിൾ ആണ് കേട്ടോ. എനിക്ക് ഓക്കെ ആണ്. അപ്പോൾ ഇത് സൈസ് കറക്റ്റാണ്. നല്ല ചില മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു സൈസിൻ്റെ വേരിയേഷൻ വരാറുണ്ട്. പക്ഷേ ഇത് വന്നിട്ട് കറക്റ്റ് ഫിറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് L സൈസ് ആണെങ്കിൽ L തന്നെ എടുത്താൽ മതി. പിന്നെ അടുത്തതായിട്ടുള്ളത് വന്നിട്ട് റയോൺ ഫാബ്രിക്കിൽ വരുന്നൊരു 2 പീസ് സെറ്റാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡും അതേപോലെ തന്നെ ഒരു ഗോൾഡൻ കളറും കൂടെയാണ് വരുന്നത് കേട്ടോ. ഇതില്ലേ ഗോൾഡൻ കളർ, ആ കളറും കൂടെയാണ് വരുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. സ്ലീവ്സിലും ബോഡി പോർഷനിലും ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ലൈനിങ് ഇല്ലെങ്കിൽ തന്നെയും അങ്ങനെ വിസിബിൾ ഒന്നും ആവുന്ന ടൈപ്പിലുള്ള ഒരു ടോപ്പ് അല്ല ഇത്. 2 പീസ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ നെക്ക് എന്ന് പറയുന്നത് ഒരു ചൈനീസ് കോളർ നെക്കാണ് വരുന്നത്. ചൈനീസ് കോളർ നെക്ക് പോലെ വന്നിട്ട് സെൻട്രൽ പോർഷനിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ജസ്റ്റ് കട്ടിങ് പോലെ വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ വേറെ രീതിയിലുള്ള ഫോട്ടോ ഇട്ടേക്കാം കേട്ടോ. സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത്. ലൈനിങ് ഇല്ലെങ്കിൽ തന്നെ റയോൺ ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും വിസിബിൾ ആവത്തുമില്ല. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ പാൻറ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ട് പോർഷനിൽ വന്നിട്ട് പടി പോലെ കൊടുത്തിട്ട് ഇങ്ങനെ ടൈ ചെയ്യാനുള്ള ഡോറിയും കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഏരിയയിൽ വന്നിട്ട് ഇങ്ങനെ എലാസ്റ്റിക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഇപ്പോൾ ഈ ചൂട് സമയത്ത് എനിക്ക് മുൻപ് റയോൺ ഒന്നും അത്ര ഒരു, ഞാൻ ഈ ഒരു ഫീൽഡിൽ വരുന്നതിന് മുമ്പ് റയോൺ ഒന്നും എനിക്ക് അത്ര ഇഷ്ടമില്ല. റയോണൊക്കെ ഒരു കൊള്ളത്തില്ലാത്ത തുണി എന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷേ റയോണൊക്കെ വന്നിട്ട് നമുക്ക് ഈ ഒരു ചൂട് കാലത്തായാലും മഴക്കാലത്തായാലും വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിളും ആണ്. നമുക്ക് നല്ല ഒരു ലുക്ക് തരുന്ന ഒരു ഫാബ്രിക്കാണ് കേട്ടോ. ജോർജറ്റ് പോലെ തന്നെ ഇത് വെയർ ചെയ്യാൻ നല്ല ഇതാണ്. വൺ സൈഡ് പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ലൂസ് പാൻറ്റാണ് വരുന്നത്. അത്രയും ലൂസ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ കൊണ്ടുവരുന്നതൊക്കെ വന്നിട്ട് പെൻസിൽ ഫിറ്റ് അല്ല കൊണ്ടുവരുന്നത്, എല്ലാം ലൂസ് പാൻറ്റാണ്. കുറേ കസ്റ്റമർ നമുക്ക് എൻക്വയറി ചെയ്യുന്നത് ലൂസ് പാൻറ്റ് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞിട്ടാണ്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 38 വരുന്നുള്ളൂ കേട്ടോ. ഞാൻ ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ എൻഡിൽ ഇട്ടേക്കാം.
ഇതാണ് ഫസ്റ്റ് വൺ വരുന്നത്. സെക്കൻഡ് വൺ വന്നിട്ട് നല്ല ഒരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത്. പെക്യുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ്, ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെയും ചൈനീസ് കോളർ നെക്കാണ് വരുന്നത്. ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ. സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത്. സൈഡ് സ്ലിറ്റ് ആണെങ്കിൽ തന്നെയും ഞാനത് വെയർ ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം. സൈഡ് സ്ലിറ്റ് ആണെങ്കിൽ തന്നെയും ഇങ്ങനെ ഒരുപാട് കയറിയിട്ടുള്ള സ്ലിറ്റ് അല്ല. ഇത് വന്നിട്ട് കുറച്ചിങ്ങനെ താഴെ നിന്നാണ് ഈ സ്ലിറ്റ് വരുന്നത് കേട്ടോ. ലെങ്ത് 47 തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ പാൻറ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ പാൻറ്റൊക്കെ നല്ല സുഖമാണ് കേട്ടോ നമുക്ക് വെയർ ചെയ്യാൻ വേണ്ടി. ബാക്ക് പോർഷനിൽ വന്നിട്ട് ഇങ്ങനെ പടി പോലെ എലാസ്റ്റിക് വന്നിട്ട് ഫ്രണ്ട് പോർഷനിൽ വന്നിട്ട് ഇങ്ങനെ പട്ട പോലെ കൊടുത്തിട്ടുണ്ട്. ടൈറ്റ് ചെയ്യാനുള്ള ഡോറിയും കൊടുത്തിട്ടുണ്ട്. പോക്കറ്റ് വൺ സൈഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വൺ സൈഡാണ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ലെങ്ത് എന്ന് പറയുന്നത് 38 ആണ് വരുന്നത്. വണ്ണമുള്ളവർക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ല ലൂസായിട്ടുള്ള പാൻറ്റാണ് ഇപ്പം ഞങ്ങൾ മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞിട്ട് ചെയ്യിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ രണ്ടിൻ്റെയും സൈസ് വന്നിട്ട് M2 XXL ആണ് വരുന്നത്. പ്രൈസാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത് 849 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇത്രയും നല്ല ഒരു നമുക്ക് ഡെയിലി വെയർ ഒക്കെ ഇടാൻ പറ്റിയ അടിപൊളിയാണ്. ഇത് 849 ഒക്കെ അഫോർഡബിൾ അല്ലേ. 2 പീസാണ്. നമുക്ക് ഇതിൽ ദുപ്പട്ട ഒന്നും വെയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം 2 പീസ് വെയർ ചെയ്യുമ്പോഴത്തേക്ക് ദുപ്പട്ടയുടെ ആവശ്യം വരുന്നില്ല. ദുപ്പട്ട വേണം എന്നുള്ളവർക്ക് മാത്രം വെയർ ചെയ്താൽ മതി. അപ്പം ഇന്ന് കണ്ട ഏതെങ്കിലും ഒരു കുർത്തി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് മെൻഷൻ ചെയ്ത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം. ഓർഡേഴ്സ് എല്ലാം വാട്സപ്പ് ത്രൂ ആണ്. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ടാവും. 8891479506. എൻ്റെ കസ്റ്റമർ കെയർ നമ്പർ 9645479506. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ മെസ്സേജസും കമൻസും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പം നമ്മളിപ്പം പ്രൊഡക്റ്റിലൊരു കോഡ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് ഇപ്പം കാണിക്കുന്ന ടൈമിൽ ഒരു കോഡ് വരുന്നുണ്ട്. അത് പ്രോഡക്റ്റ് കോഡാണ്. നിങ്ങൾക്ക് പ്രോഡക്റ്റ് കോഡ് വെച്ച് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം കേട്ടോ. ചിലർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളിപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നിട്ടുള്ളൂ. ഓഫർ സെയിലിൽ വന്നിട്ട് നമ്പേഴ്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു എലഗന്റ് കളക്ഷനുമായിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഗൗരി ഹർഷൻ.